മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാകില്ല എന്ന കേന്ദ്ര നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി. കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കുന്ന ചിറ്റമ്മ നയം പ്രോത്സാഹിപ്പിക്കാനാകില്ല. ബാങ്കുകളെ കക്ഷി ചേർക്കും. റിക്കവറി നടപടികൾ അനുവദിക്കില്ല. ബാങ്ക് വായ്പ തിരിച്ചുപിടിക്കുന്ന നടപടികൾ സ്റ്റേ ചെയ്യുമെന്നും ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാകില്ല എന്നാണ് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചത്. ഒരുപാട് തവണ ഇത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട ശേഷമാണ് കേന്ദ്രം സത്യവാങ്മൂലത്തിലൂടെ ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. എന്നാൽ ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം പരിഹാസവും മുന്നറിയിപ്പും കോടതി നൽകി. കോടതി പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞു വരികയാണോ എന്നാണ് ചോദിച്ചത്. അതായത് വായ്പകൾ എഴുതിത്തള്ളാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ആർജവം കാട്ടണം. അല്ലാതെ അധികാരമില്ല എന്ന ന്യായം പറഞ്ഞ് ഒഴിയുകയല്ല വേണ്ടത് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഇതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ചെയ്യുന്ന സഹായങ്ങളും ഈ കോടതി നടപടികൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി പരാമർശിച്ചു. ഹരിയാന, മധ്യപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചെയ്തിട്ടുള്ള സഹായങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ കേരളത്തോട്, സംസ്ഥാനത്തോട് ഇത്തരത്തിലുള്ളൊരു ചിറ്റമ്മ നയം കേന്ദ്രം സ്വീകരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. കേന്ദ്രത്തിൻ്റെ ഈ നീക്കം അസ്വസ്ഥപ്പെടുത്തുന്നതാണ് എന്ന നിലപാട് കൂടി ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിനുശേഷം കോടതി പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ ഈ പരിധിയിലുള്ള ബാങ്കുകളുടെ വിശദാംശങ്ങൾ അറിയിക്കണം. അവരെ കേസിൽ കക്ഷി ചേർക്കും. ഈ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. അത് കേൾക്കട്ടെ എന്ന കാര്യം കോടതി പറഞ്ഞു. ഇതോടൊപ്പം തന്നെ റിക്കവറി നടപടികൾ, ജപ്തി നടപടികൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഈ സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്ന കാര്യം കോടതി വ്യക്തമാക്കി. ഇതോടൊപ്പം ബാങ്ക് വായ്പകൾ തിരിച്ചുപിടിക്കാനുള്ള നീക്കം, അത്തരം നടപടികൾ സ്റ്റേ ചെയ്യും എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചത് തങ്ങളുടെ പരിധിക്ക് പുറത്താണ് ഈ വിഷയം എന്നതാണ്. മാത്രമല്ല നിയമപരമായി അതിനുള്ള അവസ്ഥ ഇല്ല ഇത് എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ടെന്ന കാര്യവും കോടതിയെ അറിയിച്ചിരുന്നു. അതാത് ബാങ്കുകളാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന കാര്യവും ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും കോടതി രൂക്ഷ വിമർശനം, അത് അംഗീകരിക്കാനേ കഴിയില്ല എന്ന വാദമാണ് കോടതി പ്രധാനമായും മുന്നോട്ട് വെച്ചത്. എന്തായാലും കോടതി ഇതിൽ തുടർന്ന് സ്വീകരിക്കുന്ന നടപടികളും വളരെ സുപ്രധാനമാകും. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.